The next topic is maintenance. So, what is maintenance? Maintenance is a set of organized activities that are carried out in order to keep an item in as best operational condition with minimum cost acquired. ഒരു മിനിമം കോസ്റ്റിൽ ഒരു എക്യുപ്മെൻറ്റിനെ ബെറ്റർ വർക്കിംഗ് കണ്ടീഷനിൽ കീപ്പ് ചെയ്യുന്നതിനാണ് മെയിൻ്റനൻസ് എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് വണ്ടികളൊക്കെ ഉപയോഗിക്കുന്നവരൊക്കെ. അപ്പം അതിൻ്റെ മെയിൻ്റനൻസ് കോസ്റ്റ്, അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ മെയിൻ്റനൻസ് എന്താ അറിയാം, ഇതിൻ്റെ സർവീസസ് ഉണ്ട് അല്ലേ. 6 months കൂടുന്ന സർവീസ് ആണ്, ഓയിൽ ചേഞ്ച് ഉണ്ട്, ഫിൽട്ടർ ക്ലീനിങ് ഉണ്ട് അല്ലേ. സോ ദാറ്റ്സ് എ മെയിൻ്റനൻസ് എന്ന് പറയുന്നത്. സിമിലർലി മെഷീൻസിനും ഇതുപോലെ തന്നെ മെയിൻ്റനൻസ് റിക്വയർഡ് ആണ്. ലൂബ്രിക്കേഷൻ കറക്റ്റായിട്ട് ചെയ്യണം, പാർട്സ് ചിലപ്പോൾ മാറ്റേണ്ടി വരും, ബെൽറ്റെല്ലാം കറക്റ്റായിട്ട് ചെക്ക് ചെയ്യണം. സോ ഇതൊക്കെ ഒരു മെഷീൻസിൻ്റെ മെയിൻ്റനൻസ് പാർട്ടിനകത്ത് വരുന്നതാണ്. ഓക്കെ. സോ വൈൽ കൺസിഡറിങ് മെയിൻ്റനൻസ് ഇറ്റ് ഷുഡ് ബി ഡൺ അറ്റ് ദ മിനിമം കോസ്റ്റ്. സോ വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് മെയിൻ്റനൻസ്? Maximizing production or increasing facilities availability at the lowest cost and at the highest quality and safety standards. So if we are providing maintenance properly, so we can increase the production and reduce the cost, and we can provide highest quality and safety standards. Then reducing breakdowns and emergency shutdowns. Breakdown അല്ലെങ്കിൽ emergency shutdowns നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. And optimizing resource utilization. നമുക്കുള്ള റിസോഴ്സിനെ ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റും. Improving equipment efficiency and reducing scrap rate. Yet we can improve the equipment efficiency and reduce the scraps. Scrap എന്ന് പറഞ്ഞാൽ വേസ്റ്റേജ്. അതായത് ഇപ്പോൾ നമ്മുടെ മെഷീൻസ് പ്രോപ്പറായിട്ട് മെയിൻ്റനൻസ് ഒന്നും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് എഫിഷ്യൻസി എപ്പോഴും കുറവായിരിക്കും. മാത്രമല്ല കംപ്ലയിൻറ്റ്സ് ഉണ്ടാകാനും നമ്മുടെ ഉണ്ടാക്കുന്ന പ്രൊഡക്ട്സിന് സ്ക്രാപ്പായി പോകാനുള്ള ചാൻസസും കൂടുതലാണ്. നമ്മുടെ ഡയമെൻഷൻസ് ഒന്നും ചിലപ്പോൾ കറക്റ്റാണോ എന്നുള്ളതായില്ല. ഓക്കെ. ഒപ്റ്റിമൈസിങ് ദ യൂസ്ഫുൾ ലൈഫ് ഓഫ് ദ എക്യുപ്മെൻറ്റ്. നമുക്ക് ആ ഒരു എക്യുപ്മെൻറ്റ് ഒരു മാക്സിമം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പീരീഡ് ഉണ്ട്. നമുക്കൊരു വണ്ടി നമ്മൾ യാതൊരു സർവീസും ചെയ്യാതെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതൊരു 4-5 വർഷത്തിനുള്ളിൽ അതിൻ്റെ കാര്യത്തിൽ തന്നെ തീരുമാനമാവും അല്ലേ. പക്ഷേങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് സർവീസസ് ഒക്കെ ചെയ്ത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ അതിൻ്റെ മാക്സിമം ലൈഫ് വരെ നമുക്ക് അതിനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. റെഡ്യൂസിങ് ദ ഡൗൺ ടൈം. ഡൗൺ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെഷീൻ കംപ്ലൈൻ്റ് ആയിട്ട് അത് കിടക്കുന്ന സമയത്തിനെയാണ് ഡൗൺ ടൈം. അതിൽ ബ്രേക്ക് ഡൗൺ ആയിട്ട് കിടക്കുന്ന സമയം. സോ അങ്ങനെ ഡൗൺ ടൈമിനെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പം നിങ്ങൾ കമ്പനീസിലൊക്കെ ജോലി ചെയ്യുമ്പം നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ നമുക്കൊരു ഷിഫ്റ്റിൽ മാക്സിമം ഒരു 20 പ്രോഡക്ട്സാണ് പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് നോക്കുക, അല്ലെങ്കിൽ 20 ടണ്ണാണ് പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ നമ്മൾ ടാർജറ്റ് നോക്കുക. അപ്പോൾ നമുക്കത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയില്ല. എന്തുകൊണ്ട് നമുക്ക് അതിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയില്ല എന്ന് ചോദിക്കുമ്പോൾ നമുക്കൊരു രജിസ്റ്റർ ആണ്, നമുക്ക് അതിനകത്ത് മാർക്ക് ചെയ്യുന്ന ഒരു റീസൺ ആയി കഴിയുമ്പോൾ ഇപ്പോൾ ചിലപ്പോൾ ഒരു എന്തെങ്കിലും മെഷീൻ കംപ്ലൈൻ്റ് ആയി കഴിയുമ്പോൾ വീൽ മാർക്ക് ഡസ് ഡൗൺ ടൈം ഇത്ര സമയം 30 minutes ഡൗൺ ടൈം ഉണ്ടായി. സോ എനിക്ക് 18 ടൺസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ. സോ അങ്ങനെ അതാണ് ഡൗൺ ടൈം എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ വാട്ട് ആർ ദ വേരിയസ് ഫോംസ് ഓഫ് മെയിൻ്റനൻസ്? നമുക്ക് പ്ലാൻഡ് മെയിൻ്റനൻസും ഉണ്ട്, അൺപ്ലാൻഡ് മെയിൻ്റനൻസും ഉണ്ട്. സോ പ്ലാൻഡ് മെയിൻ്റനൻസ് ആ പേര് തന്നെ ഉണ്ട്. നമുക്ക് പ്രോപ്പർ പ്ലാനിൽ പോകും. നമുക്ക് വണ്ടിയുടെ സർവീസസ് ഒരു പ്ലാൻഡ് മെയിൻ്റനൻസ് ആണ്. നമുക്ക് വണ്ടി മേടിക്കുമ്പോൾ തന്നെ നമുക്ക് സർവീസ് ബുക്ക് കിട്ടും. അതിനകത്ത് എഴുതിയിട്ടുണ്ട് 1 month കഴിയുമ്പോൾ സർവീസ്, 2 months കഴിയുമ്പോൾ സർവീസ്, 3 months കഴിയുമ്പോൾ സർവീസ്, 6 months കഴിയുമ്പോൾ, പിന്നെ 1 year കഴിയുമ്പോൾ അല്ലേ. സോ ദാറ്റ്സ് പ്ലാൻഡ് മെയിൻ്റനൻസ്. Planned maintenance is a scheduled maintenance activity carried to ensure that an item of equipment is operating correctly and therefore avoid any unscheduled breakdown or downtime. Unscheduled breakdown or downtime നമുക്ക് reduce ചെയ്യാൻ പറ്റും by planned maintenance. So an example നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കാർ മെയിൻ്റനൻസ്. ഓക്കെ. It is further divided into preventive maintenance and predictive maintenance. സോ പ്ലാൻഡ് മെയിൻ്റനൻസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത് പ്രിവെൻറ്റീവ് മെയിൻ്റനൻസും പ്രെഡിക്റ്റീവ് മെയിൻ്റനൻസും. ദ പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ് എന്ന് ഒരു പർട്ടിക്കുലർ ഡാമേജിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളെടുക്കുന്ന പ്രിക്കോഷൻസ് അതിനെയാണ് പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ്. ഒരു ഡാമേജ് ഉണ്ടാവാതിരിക്കാൻ, ഒരു കംപ്ലൈൻറ്റ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഇപ്പം നമുക്കറിയാം വണ്ടിക്കൊക്കെ ആണെങ്കിൽ പ്രോപ്പർ ലൂബ്രിക്കേഷനൊക്കെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ പാർട്സ് അവിടെ വേറെ ടയർ ഉണ്ടാകും. സോ അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്ന എന്താ, ലൂബ്രിക്കേഷൻ കറക്റ്റായിട്ട് ചെയ്യും. ദാറ്റ്സ് എ പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ് അല്ലേ. ഇറ്റ്സ് എ സെറ്റ് ഓഫ് activities that are performed on plant, equipment, machinery and system before the occurrence of a failure in order to protect them and prevent or eliminate any degradation in their operating conditions. Okay. The method relies
on the machine's condition to accurately schedule the repair intervals. Example, cleaning, inspection, oiling, etc. The objective of preventive maintenance is to retain the healthy condition of equipment and prevent failure through the prevention of deterioration or by periodic inspection or equipment condition diagnostics. The preventive maintenance is further divided according to the nature of its activities. പ്രിവെൻറ്റീവ് മെയിൻ്റനൻസിനെ തന്നെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ഒന്ന് റുട്ടീൻ മെയിൻ്റനൻസും ഓപ്പർച്യൂണിറ്റി മെയിൻ്റനൻസും. അതിനകത്ത് പേരിൽ തന്നെ അതിൻ്റെ ഡെഫിനേഷൻ ഉണ്ട്. റൂട്ടീൻ മെയിൻ്റനൻസ്. എന്താ റൂട്ടീൻ മെയിൻ്റനൻസ് എന്ന് പറഞ്ഞാൽ? റുട്ടീൻ മെയിൻ്റനൻസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോപ്പർ റുട്ടീൻ, ഡെയിലി അല്ലെങ്കിൽ വീക്ക്ലി അല്ലെങ്കിൽ മന്ത്ലി. ഇറ്റ്സ് എ റുട്ടീൻ മെയിൻ്റനൻസ്. നമുക്ക് കറക്റ്റ് ഷെഡ്യൂൾ ഉണ്ട് അതിന്. ഇറ്റ്സ് എ റുട്ടീൻ മെയിൻ്റനൻസ്. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ലൂബ്രിക്കേഷൻ, ക്ലീനിങ്, ഇതൊക്കെ റുട്ടീൻ മെയിൻ്റനൻസ് ആണ്. ദോസ് മെയിൻ്റനൻസ് ആക്ടിവിറ്റീസ് ദാറ്റ് ആർ റെപ്പറ്റേറ്റീവ് ആൻഡ് പീരിയോഡിക് ഇൻ നേച്ചർ. ഓക്കെ. ദെൻ ഓപ്പർച്യൂണിറ്റി മെയിൻ്റനൻസ്. ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പം നമുക്ക് അതിന് മെയിൻ്റനൻസ് ചെയ്യാം. ഇപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം ഹർത്താൽ വന്നു. സോ അന്ന് പ്ലാന്റ് റൺ ചെയ്യുന്നില്ല. സോ ദാറ്റ് ഡേ ക്യാൻ ബി എഫക്റ്റീവ്ലി യൂസ്ഡ് ഫോർ മെയിൻ്റനൻസ്. ഓക്കെ, അതൊരു ഓപ്പർച്യൂണിറ്റി മെയിൻ്റനൻസ് ആണ്. ഇറ്റ്സ് എ സെറ്റ് ഓഫ് മെയിൻ്റനൻസ് ആക്ടിവിറ്റീസ് ദാറ്റ് ആർ പെർഫോംഡ് ഓൺ എ മെഷീൻ when an unplanned opportunity exists during the period of performing planned maintenance activities. ഇപ്പം വേറൊരു എക്സാമ്പിൾ പറയാം. ഇപ്പം നമുക്കൊരു ലെയ്ത്ത് ഉണ്ട്. ഓക്കെ, അപ്പം ലെയ്ത്തിൽ നമ്മൾ അല്ലെങ്കിൽ വേണ്ട ഒരു CNC മെഷീനുണ്ട്. അപ്പോൾ CNC മെഷീനിൽ നമ്മൾ മെയിൻ്റനൻസ് ചെയ്യുന്ന ഒരു ദിവസത്തേക്ക് അത് മെയിൻ്റനൻസ് ചെയ്യാൻ വേണ്ടി ഇട്ടേക്കും. സോ CNC മെഷീനിൽ മെയിൻ്റനൻസ് ചെയ്യുന്ന ദിവസം നോർമലി അതിന് തൊട്ട് മുമ്പുള്ള മെഷീൻസിലും ചിലപ്പോൾ അതിന് തൊട്ട് മുമ്പുള്ള ലെയ്ത്ത് ആയിരിക്കും. അപ്പോൾ ലെയ്ത്ത് അന്ന് CNCയുടെ മെയിൻ്റനൻസ് നടക്കുന്നുണ്ട്. ലെയ്ത്ത് അന്ന് ഫ്രീ ആയിരിക്കും. വരെ അന്ന് ആൾക്കാർ വർക്കിംഗ് ഒന്നും നടക്കുന്നത്. സോ ആ സമയത്ത് നമുക്ക് അതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് യൂസ് ചെയ്യാം. അവിടെ ലെയ്ത്തിൻ്റെ മെയിൻ്റനൻസ് നമുക്ക് ആ കൂട്ടത്തിൽ ചെയ്യാൻ പറ്റും. ദാറ്റ്സ് ഓപ്പർച്യൂണിറ്റി മെയിൻ്റനൻസ് ആൻഡ് റൂട്ടീൻ മെയിൻ്റനൻസ്. സോ വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ്? It's cost effective in many capital intensive process. The flexibility allows for the adjustment of maintenance periodicity. It allows some flexibility. Increased component life cycle, then energy savings, then reduced equipments or process failures. Estimated 12 to 18% cost saving over reactive maintenance program. ഒരു കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞിട്ട് നമ്മുടെ മെയിൻ്റനൻസ് ചെയ്യുന്നതിനേക്കാൾ 12 to 18% കോസ്റ്റ് സേവിങ് ഉണ്ടായിരിക്കും. വാട്ട് ആർ ദ ഡിസഡ്വാൻറ്റേജസ്? കറ്റാസ്ട്രോഫിക് ഫെയിലിയേഴ്സ് ആർ സ്റ്റിൽ ലൈക്ലി ടു occur. നമ്മളിങ്ങനെ പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ് ചെയ്തെങ്കിൽ പോലും there is a chance of catastrophic failure. അതായത് പെട്ടെന്നുണ്ടാകുന്ന ഫെയിലിയേഴ്സിന് ഒരു ചാൻസ് ഉണ്ട്. ദെൻ ലേബർ ഇൻറ്റൻസീവ്. ഇപ്പോൾ പീരിയോഡിക് മെയിൻ്റനൻസിന് എപ്പോഴും ലേബേഴ്സിന് ഒത്തിരി ആവശ്യമാണ്. ഇൻക്ലൂഡ്സ് പെർഫോമൻസ് ഓഫ് അൺനീഡഡ് മെയിൻ്റനൻസ്. ചില സമയത്ത് അൺനീഡഡ് മെയിൻ്റനൻസ് നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, പൊട്ടൻഷ്യൽ ഫോർ ഇൻസിഡൻ്റൽ ഡാമേജ് ടു കമ്പോണൻസ് ഇൻ കണ്ടക്ടിങ് അൺനീഡഡ് മെയിൻ്റനൻസ്. ചില സമയത്ത് അൺനീഡഡ് മെയിൻ്റനൻസ് ചെയ്യുന്ന സമയത്ത് കമ്പോണൻസിന് ഡാമേജ് ഉണ്ടാവും. അത് ഫിനാൻഷ്യൽ ലോസസ് ക്രിയേറ്റ് ചെയ്യും. നെക്സ്റ്റ് ഇസ് പ്രെഡിക്റ്റീവ് മെയിൻ്റനൻസ്. പ്രെഡിക്റ്റീവ് മെയിൻ്റനൻസ് ഒരു പ്ലാൻഡ് മെയിൻ്റനൻസ് തന്നെയാണ്. സോ എന്താണ് പ്രെഡിക്റ്റീവ് മെയിൻ്റനൻസ് എന്ന് പറയുന്നത്? സോ പ്രെഡിക്റ്റീവ് മെയിൻ്റനൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഫെയിലിയർ ഉണ്ടാകുന്നതിന് മുമ്പ് നമുക്ക് തോന്നും. മെയിൻ്റനൻസിൻ്റെ കാര്യമാണ്. ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മൾ ഒരിടത്തേക്ക് പോകാൻ ഇറങ്ങാം. നമ്മൾ വെളിയിലേക്ക് നോക്കുന്നു. ദർ ഇസ് എ ചാൻസ് ഓഫ് റെയിൻ. മഴ പെയ്യാൻ സാധ്യത ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഐദർ റെയിൻകോട്ട് അല്ലെങ്കിൽ ഒരു അംബ്രല്ല എടുത്തുകൊണ്ട് പോകും, അല്ലേ? അപ്പോൾ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഒരു പർട്ടിക്കുലർ കാര്യം നോക്കി കഴിയുമ്പോൾ ദർ ഇസ് എ ചാൻസ് ഓഫ് ഫെയിലിയർ എന്ന് നമുക്ക് തോന്നും. ഇപ്പം വണ്ടികളുടെ കാര്യം എടുക്കാം. സോ നമ്മൾ വണ്ടി ഓടിക്കുന്നു, നമ്മൾ ബ്രേക്ക് പിടിക്കുന്നു. സോ ബൈക്ക് ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് നമുക്ക് റെഗുലറായിട്ട് സൗണ്ട് കേൾക്കും ബ്രേക്ക് പിടിക്കുക. അതിനകത്ത് എന്താ, ഒന്നെങ്കിൽ ബ്രേക്ക് ഷൂവിനകത്ത് പൊടി കയറിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബ്രേക്ക് ഷൂ റീപ്ലേസ് ചെയ്യാൻ ടൈം ആയിട്ടുണ്ട്. ഇത് പ്രൊട്ടക്റ്റീവ് മെയിൻ്റനൻസ്. നമുക്ക് ഒരു പർട്ടിക്കുലർ കോസ് കണ്ടു കഴിയുമ്പം അതിൽ നിന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ദർ ഇസ് എ ചാൻസ് അല്ലെങ്കിൽ ദർ ഇസ് എ ഹാപ്പനിങ് അല്ലെങ്കിൽ ഒരു ഡാമേജ് ഒരു പോസിബിലിറ്റി ഉണ്ട്. Okay, that's a predictive maintenance. So predictive maintenance is a method of predicting the failure before it occurs, identifying the root causes for those failure symptoms and eliminating those causes before they result in extensive damage of the equipment. അധികം ഡാമേജ് ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ നമുക്കതിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റും ബൈ ഒബ്സർവിങ് ദ കോസസ്. ഓക്കെ, predictive maintenance depends on information collected and interpretation of the information. സോ രണ്ട് ടൈപ്പ് പ്രഡിക്റ്റീവ് മെയിൻ്റനൻസ് ഉണ്ട്. ഒന്നെന്താണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ബേസ്ഡ് പ്രഡിക്റ്റീവ് മെയിൻ്റനൻസും കണ്ടീഷൻ ബേസ്ഡ് പ്രഡിക്റ്റീവ് മെയിൻ്റനൻസ്. എന്താ സ്റ്റാറ്റിസ്റ്റിക്കൽ ബേസ്ഡ് പ്രഡിക്റ്റീവ് മെയിൻ്റനൻസ് എന്ന് പറഞ്ഞാൽ?
നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് കുറേ ചാർട്ട്സുകൾ പഠിക്കും. എക്സ് ബാർ ചാർട്ട്, ആർ ചാർട്ട്, പി ചാർട്ട്, എൻ പി ചാർട്ട്, സി ചാർട്ട്, അതുപോലെ കുറേ ചാർട്ട്. അപ്പോൾ ഈ ഓരോ ചാർട്ടിലും നമ്മുടെ ക്വാളിറ്റി പ്രോസസ്സ് അല്ലെങ്കിൽ എക്യുപ്മെൻറ്റിൻ്റെ പ്രോസസ്സ് ഇതൊക്കെ ആയിരിക്കും നമ്മൾ ചാർട്ട് ചെയ്യുന്നത്. സോ ഈ ഒരു ഗ്രാഫ് കാണുമ്പോൾ തന്നെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം എന്താണ് നമ്മുടെ അവിടുത്തെ റീസൺ. അപ്പം കുറേ ഒരു ഗ്രാഫിനകത്ത് ഒരു എക്സ് ബാർ ചാർട്ടിനകത്ത് റെഗുലറായിട്ട് എക്യുപ്മെൻറ്റ് അല്ലെങ്കിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ പ്രോപ്പർ വാല്യൂവിൽ എത്തുന്നില്ല. സോ അപ്പോൾ നമ്മൾ ഒരു കോസ് അവിടെ എന്തായിരിക്കും നമ്മൾ ഡിഫക്റ്റ് നമ്മൾ സ്റ്റഡി ചെയ്യും. മേ ബി ദാറ്റ് ഒരു മെഷീൻ എറർ ആയിരിക്കും അവിടെ. അപ്പോൾ അത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും. ദാറ്റ്സ് സ്റ്റാറ്റിസ്റ്റിക്കൽ ബേസ്ഡ് പ്രെഡിക്റ്റീവ് മെയിൻ്റനൻസ്. നെക്സ്റ്റ് ഈസ് കണ്ടീഷൻ ബേസ്ഡ് പ്രെഡിക്റ്റീവ് മെയിൻ്റനൻസ്. ഒരു സർട്ടൻ കണ്ടീഷൻസ് നോക്കിയിട്ട് ഇപ്പോൾ നമുക്ക് ബൈക്കിൻ്റെ കേസ് എടുക്കാം. ബൈക്കിനകത്ത് നമ്മുടെ സ്പീഡ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. നമുക്കത് ഡിസ്പ്ലേയിൽ നമുക്ക് സ്പീഡ് കാണിക്കും അല്ലേ. ഇപ്പോൾ നമുക്ക് ഓവർ സ്പീഡിൽ പോകുന്നു, അപ്പോൾ നമുക്കൊരു ഡിസ്പ്ലേ ഡിവൈസസ് ഉണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് മനസ്സിലാവും. അപ്പോൾ വണ്ടിക്ക് സെൻസറുണ്ട്. റിവേഴ്സ് എടുക്കുക, അപ്പം ബാക്കിലേക്ക് പോകുമ്പോൾ റിവേഴ്സ് എടുക്കുന്ന സമയത്ത് സെൻസർ ബീപ്പ് ചെയ്യും. ഒരു ഇൻട്രൻസ് ഉണ്ടെങ്കിൽ സെൻസർ ബീപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യും. Okay, depends on continuous or periodic condition monitoring equipment such as sensors, audio gauges, vibration analyzer, amplitude meter, pressure, temperature and resistance strain gauges etc. to detect the signature of failure. ഇപ്പം ഒരു എക്യുപ്മെൻറ്റിന് ടെമ്പറേച്ചർ വല്ലാണ്ട് കയറുന്നു, അപ്പോൾ കൂളിംഗ് കൊടുക്കണം. സോ നമുക്ക് ഗേജസ് കാണാം, ടെമ്പറേച്ചർ സെൻസ് ചെയ്യാനുള്ള ഗേജസ് കാണാം, അല്ലെങ്കിൽ പ്രഷർ ഗേജസ് കാണാം. നമുക്ക് പ്രഷർ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദാറ്റ്സ് കണ്ടീഷൻ ബേസ്ഡ് പ്രെഡിക്റ്റീവ് മെയിൻ്റനൻസ് സിസ്റ്റം. Then, what are the advantages of predictive maintenance system? Predictive maintenance reduces total workload, total downtime, unplanned work and total maintenance cost. So, നമുക്കൊരു പ്രഡിക്ഷൻ വെച്ചിട്ടാണ്, അല്ലെങ്കിൽ നമ്മളൊരു സിംറ്റം കണ്ടു കഴിയുമ്പോഴാണ് നമ്മൾ ആക്ട് ചെയ്യുന്നത്. ഇപ്പോൾ റെഗുലറായിട്ട് നമ്മളൊരു ഇപ്പോൾ വീക്ക്ലി നമ്മൾ ഒരു മോണിറ്ററിങ് ചെയ്യുന്നതിന് ആവശ്യമില്ല. അപ്പോൾ അത്രയും കോസ്റ്റ് നമുക്ക് അവിടെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഡിക്രീസസ് ഇൻ കോസ്റ്റ് ഫോർ പാർട്സ് ആൻഡ് ലേബർ. സോ നോർമലി പാർട്സ് ആൻഡ് ലേബറിനെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യും. ദെൻ കോസ്റ്റ് സേവിങ് ഓവർ പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ് പ്രോഗ്രാം. ദെൻ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഡയഗ്നോസ്റ്റിക് എക്യുപ്മെൻറ്റ്. ഡയഗ്നോസ്റ്റിക് എക്യുപ്മെൻറ്റ്സ് നമുക്ക് കൂടുതലായിട്ട് നമുക്ക് എംപ്ലോയ് ചെയ്യേണ്ടി വരും. ദെൻ ഇൻക്രീസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ സ്റ്റാഫ് ട്രെയിനിങ്. കാര്യം സ്റ്റാഫ് ട്രെയിനിങ് ഇവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. നമുക്ക് ഈ ഒരു സാധനങ്ങളൊക്കെ കണ്ടു കഴിയുമ്പോൾ ഇതൊന്നും മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് മേ ലീഡ് ടു ദ ഡാമേജ് ഓഫ് ദ പ്രോഡക്റ്റ്. ഓക്കെ, ദെൻ വാട്ട് ഈസ് അൺപ്ലാൻഡ് മെയിൻ്റനൻസ്. നമുക്ക് യാതൊരു പ്ലാനിങ്ങും ഇല്ലാതെ ബ്രേക്ക് ഡൗൺ ഉണ്ടായി കഴിഞ്ഞ് ചെയ്യുന്ന മെയിൻ്റനൻസിനെയാണ് അൺപ്ലാൻഡ് മെയിൻ്റനൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് എമർജൻസി മെയിൻ്റനൻസ് ഉണ്ട്, ബ്രേക്ക് ഡൗൺ മെയിൻ്റനൻസ് ഉണ്ട്. So emergency maintenance is carried out as fast as possible in order to bring a failed machine or facility to safe and operationally efficient condition. And breakdown maintenance is performed after the occurrence of a failure for which advanced provision has been made in form of repair methods, spares, materials, labor and equipments. It means that people waits until the equipment failure or repair it. അതായത് ഇപ്പോൾ നമുക്ക് ബൈക്കിൻ്റെ കേസ് എടുക്കാം. നമ്മുടെ ബൈക്കിൻ്റെ ടയർ കണ്ടു, ടയർ നല്ലപോലെ ത്രെഡെല്ലാം തേഞ്ഞ് നല്ല മുട്ടയായിട്ടിരിക്കുക. അപ്പോൾ അത് മാക്സിമം യൂസ് ചെയ്ത് പൊട്ടിയിട്ട് മാറാമെന്നുള്ള കണ്ടീഷനിൽ വരെ വെയിറ്റ് ചെയ്യും. പൊട്ടിക്കഴിഞ്ഞിട്ടാണ് നമ്മൾ ടയർ മാറി പുതിയ ടയർ ഇടുന്നത്. ദാറ്റ്സ് എ ബ്രേക്ക് ഡൗൺ മെയിൻ്റനൻസ്. ഓക്കെ, such a thing can be used when the equipment failure does not significantly affect the operation or production or generate any significant loss other than the repair cost. An electric motor of a machine tool failed to start. A belt is broken. ബെൽറ്റ് മാക്സിമം റൺ ചെയ്യാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. സിഗ്നിഫിക്കൻറ്റ് ലോസ്, വലിയ ലോസസ് ഒന്നും നമുക്ക് സംഭവിക്കുന്നില്ലെങ്കിൽ വി ഗോ ഫോർ ബ്രേക്ക് ഡൗൺ മെയിൻ്റനൻസ്. Advantages of breakdown maintenance: low cost investment for maintenance and less staff is required. The disadvantages: breakdown occurs inappropriate times leading to poor and hurried maintenance. ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് ഒരു ഇമീഡിയറ്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഈ പറയുന്ന ബ്രേക്ക് ഡൗൺ ഉണ്ടാകുന്നത്. സോ ദാറ്റ് ക്യാൻ ലീഡ് ടു എ ഡിസാസ്ട്രസ് തിങ്. ഓക്കെ, ബ്രേക്ക് ഡൗൺ മെയിൻ്റനൻസ് കോൺസെൻട്രേറ്റ്സ് ഓൺ റിപ്പയർ, നോട്ട് ദ റൂട്ട് കോസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നില്ല. എന്തുകൊണ്ട് ഇത് ഡാമേജ് ഉണ്ടായി, റൂട്ട് കോസ് ഐഡൻറ്റിഫൈ ചെയ്യാതെ നമ്മൾ റിപ്പയർ ചെയ്ത് മാത്രമാണ് ചെയ്യുന്നത്. എക്സസീവ് ഡിലേ ഇൻ പ്രൊഡക്ഷൻ ആൻഡ് റെഡ്യൂസസ് ഔട്ട്പുട്ട്, ഇൻക്രീസസ് ചാൻസ് ഓഫ് ആക്സിഡൻറ്റ്സ് ആൻഡ് ലെസ് സേഫ്റ്റി ഫോർ ബോത്ത് വർക്കേഴ്സ് ആൻഡ് മെഷീൻസ്. Cannot be used for equipment regulated by statutory provision like cranes, lift. ഇപ്പം ഇതുപോലത്തെ ചില എക്യുപ്മെൻറ്റ്സിന് നമുക്ക് ഈ ബ്രേക്ക് ഡൗൺ മെയിൻ്റനൻസ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം ക്രെയിനിൽ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ഒരു ഡാമേജ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല.